ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവൻ സ്പീക്ക് അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തുടക്കം എന്ന ചിത്രത്തെ കുറിച്ചാണ് കേട്ടോ. ഇന്ന് ഈ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ റിലീസായിരുന്നു. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോകുന്നത് വിസ്മയ മോഹൻലാലാണ്. അതായത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ മകൾ. പ്രണവ് മോഹൻലാലിന് ശേഷം അവരുടെ കുടുംബത്തിൽ നിന്നും മൂന്നാമതായി മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് വിസ്മയ മോഹൻലാൽ. ഇവർ ഇതിനു മുമ്പ് ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകം അത്യാവശ്യം അറിയപ്പെടുകയും അതിന് ഒരുപാട് ക്രിട്ടിക്കൽ ക്ലെയിംസ് വരികയും ചെയ്തിരുന്നു. ഗ്രെയിൻ ഓഫ് സ്റ്റാർഡസ്റ്റ് എന്നായിരുന്നു പുസ്തകത്തിന്റെ പേര്. അതിന് ശേഷം അവർ കുറേ കാലം യാത്രകളിലായിരുന്നു. ഒരുപാട് കളരി അതുപോലെ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന 2018 എന്ന ഒരു ബിഗ് ബോക്സ് ഓഫീസ് ബ്രേക്കിന് ശേഷം നിൽക്കുന്ന ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകന് മുന്നിലാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൈകോർത്ത് ആന്റണി പെരുമ്പാവൂരും ചേർന്നാണ് ഈ ചിത്രം കൊണ്ടുവരുന്നത്. ലാലേട്ടന്റെ തുടരുമെന്ന ചിത്രം ബോക്സ് ഓഫീസിൽ 2018 കളക്ഷൻ റെക്കോർഡ് വെട്ടിയപ്പോൾ തന്നെ ജൂഡ് ആന്റണി ജോസ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ റെക്കോർഡ് ഞാൻ ലാലേട്ടനെ വെച്ച് തന്നെ തീർക്കുമെന്ന്. ഇതിപ്പോൾ ലാലേട്ടനെ അല്ലാതെ ലാലേട്ടന്റെ മകളെ വെച്ച് തീർക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ചിത്രം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ. എനിക്ക് അത്യാവശ്യം പ്രതീക്ഷയുണ്ട്. കാരണം ജൂഡ് ആന്റണി ജോസഫ് ഇതിനു മുമ്പ് ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞ നല്ലൊരു ഫീൽ ഗുഡ് ഒരു വുമൺ ഓറിയന്റഡ് ചിത്രം എടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ലേഡി ക്യാരക്ടറിനെ വെച്ച് എങ്ങനെ ഒരു സിനിമ ഫുൾ ഓഫ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ല. പിന്നെ ഉള്ളത് വിസ്മയ മോഹൻലാൽ എന്ന ആക്ട്രസ്. ഈ ആക്ട്രസ് അവർ എന്തായിരിക്കും എന്നുള്ളത് കാണാൻ എനിക്കൊരു ചെറിയ ആകാംക്ഷയുണ്ട്. ലാലേട്ടനാണെങ്കിലും ശരി, പ്രണവ് മോഹൻലാലാണെങ്കിലും ശരി, നല്ല ഡയറക്ടറിന്റെ അടുത്ത് കിട്ടിയാൽ അവർക്ക് പെർഫോം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് വിസ്മയ മോഹൻലാലിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കൂടി അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ.